ഈ സ്വീഡനാണ് ആദ്യമായി വിവരാവകാശ നിയമം ലോകത്ത് ആദ്യമായി തന്നെ കൊണ്ടുവരുന്നത് എന്ന് തന്നെ പറയാം. ആസ്ഥാനം രാജസ്ഥാനിലെ രാജസ്ഥാൻ ബേസ് ചെയ്തിട്ട് ഒരു സംഘടനയാണ് MKSS എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിവരാവകാശ നിയമം പാസ്സാക്കി കേന്ദ്രം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. 1997 1997. ഹായ് ഓൾ, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും CPO WCPO എക്സാമിന് എല്ലാവരും കൺഫർമേഷനൊക്കെ കൊടുത്ത് റെഡിയായിരിക്കുകയായിരിക്കും അല്ലേ? മെയ് മാസത്തിൽ നടക്കേണ്ട എക്സാം ജൂണിലേക്ക് മാറ്റി, ലോക്സഭാ ഇലക്ഷൻ പ്രമാണിച്ച് ജൂണിലേക്ക് മാറ്റി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജൂൺ മാസം 8-ാം തീയതിയും 29-ാം തീയതിയുമായി നടക്കുന്ന എക്സാമാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന CPO WCPO എക്സാം. അതിലെ സ്പെഷ്യൽ ടോപ്പിക്ക് എല്ലാവർക്കും അറിയാം, 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയാവുന്നതാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിനകത്ത് നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് വരും എന്ന് തോന്നുന്ന ചോദ്യങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. പരമാവധി എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. വിവരാവകാശ നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വിവരാവകാശ നിയമം വരുന്നത് 2005-ലാണ്. 2005-ലാണ് വിവരാവകാശ നിയമം വരുന്നത്. അതിനു മുമ്പ് മറ്റൊരു നിയമം അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ അത് ആക്റ്റീവ് ആക്കുന്നത്. ആദ്യമായി വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സ്വീഡനാണ്. അവരൊരു ആക്ട് കൊണ്ടുവന്നു, ഫ്രീഡം ഓഫ് പ്രസ് ആക്ട്. അത് ഏത് വർഷം? 1766 അവരൊരു ആക്ട് കൊണ്ടുവന്നു, ഫ്രീഡം ഓഫ് പ്രസ് ആക്ട്. 1766 സ്വീഡൻ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു ചുവട് വയ്ക്കുന്നത്. ഈ സ്വീഡനാണ് ആദ്യമായി വിവരാവകാശ നിയമം ലോകത്ത് ആദ്യമായി തന്നെ കൊണ്ടുവരുന്നത് എന്ന് തന്നെ പറയാം. അതായത് ഫ്രീഡം ഓഫ് പ്രസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമത്തിലൂടെ അവർ വിവരാവകാശ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിവരാവകാശം എന്തിനു കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ സുതാര്യമായ ഭരണ സംവിധാനം, സുതാര്യമായ ഭരണ സംവിധാനം മാത്രമല്ല അഴിമതിരഹിതമായ ഒരു ഭരണ സംവിധാനത്തിന് കൂടി വേണ്ടിയിട്ടാണ് വിവരാവകാശ നിയമം. അതായത് ജനങ്ങൾക്ക് ഓരോ സ്ഥാപനങ്ങളുടെയും കാര്യങ്ങൾ സുതാര്യമായി അറിയാൻ സാധിക്കണം. ചില കാര്യങ്ങൾ ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളുടെയും വിവരങ്ങൾ ജനങ്ങൾക്ക് ഷെയർ ചെയ്യപ്പെടാവുന്നതാണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പോകുമ്പോൾ ഏതൊക്കെയാണ് ഒഴിവാക്കപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഒഴികെ എന്നുള്ളത് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് വിവരാവകാശത്തിൻ്റെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. വിവരാവകാശം എന്ന് പറയുമ്പോൾ സുതാര്യമായ ഒരു ഭരണ സംവിധാനം, സുതാര്യമായ ഒരു ഭരണം ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിനിടയിലെ ഒരു അഴിമതിരഹിതമായ ഒരു ഭരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വിവരാവകാശ നിയമം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രീഡം ഓഫ് പ്രസ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. 1766 ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ ചോദിക്കാം. ആരോട്? സർക്കാരിനോട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് ചോദിക്കാം. എന്തായി ഒരു കാര്യം എന്നുള്ളത് ചോദിക്കാം. ആ ഒരു ചുവട് പിടിച്ചിട്ടാണ് നമ്മുടെ വിവരാവകാശ നിയമം ഒക്കെ വരുന്നത്. എന്നാൽ 1923 നമുക്കറിയാം, പല രാജ്യങ്ങളിലും വിവരാവകാശ നിയമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിലും നമ്മുടെ രാജ്യത്ത്, ബ്രിട്ടന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്ന നമ്മുടെ രാജ്യത്ത് ഈ ഒരു കാര്യമൊന്നും നടന്നിട്ടില്ല. കാരണം ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്ന സമയത്ത് നമുക്ക് ചോദ്യം ചെയ്യുവാനോ അല്ലെങ്കിൽ അവരുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ചോദിക്കുവാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം 1923 ഔദ്യോഗിക രഹസ്യ നിയമം കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ. ഇന്ത്യയിൽ കൊണ്ടുവന്നതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു നിയമം, ഔദ്യോഗിക രഹസ്യ നിയമം. അതായത് സർക്കാർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഒരു പ്രത്യേക ചട്ടക്കൂടിനകത്ത് ഉൾക്കൊള്ളിച്ച് നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലൊരു നിയമം തന്നെ ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു നിയമം പോലും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വിവരാവകാശ നിയമം 2005-ലാണ് നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട ഒരു സംഘടനയുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തൊരു പ്രധാനപ്പെട്ട ഒരു സംഘടനയുണ്ടായിരുന്നു. സംഘടനയുടെ പേരാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന, അതായത് MKSS. ചോദിച്ചിട്ടുണ്ട് മുമ്പും. MKSS വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ച സംഘടനയാണെന്ന് പറയാം. MKSS അതായത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന ഒരു സംഘടന. അതിന് നേതൃത്വം കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? അരുണ റോയ് ആണ്. അരുണ റോയ് 7 വർഷത്തെ സിവിൽ സർവീസ് ഉദ്യോഗമൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു ലേഡിയാണ് ആര്? അരുണ റോയ്. അവരാണ് എന്ത് ചെയ്തത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. അരുണ റോയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു സംഘടനയാണ്. ആസ്ഥാനം രാജസ്ഥാനിലെ രാജസ്ഥാൻ ബേസ് ചെയ്തിട്ടൊരു സംഘടനയാണ് MKSS എന്ന് പറയുന്നത്. അതിന് സപ്പോർട്ടായിരുന്നു ആര്?
നിഖിൽഡെയാണ് അരുണ റോയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. നിഖിൽഡയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ നിഖിൽഡെ അവിടുത്തെ വിദ്യാഭ്യാസവും ജോലിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്ത്യയിൽ വരികയും മിനിമം വേതനം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ശബ്ദമുയർത്തിയവരാണ് ആരൊക്കെ? അരുണ റോയിയും നിഖിൽഡെയൊക്കെ. അപ്പോൾ നിഖിൽഡയുടെ അരുണ റോയുടെ നേതൃത്വത്തിലുണ്ടായ ഒരു സംഘടനയാണ് MKSS. നേതൃത്വം കൊടുത്തത് അരുണ റോയ് തന്നെയാണ്. രാജസ്ഥാൻ ബേസ് ചെയ്തിട്ട് ഈ MKSSന്റെ പ്രവർത്തനം അല്ലെങ്കിൽ MKSS ആണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണമായിരുന്ന സംഘടന എന്ന് തന്നെ പറയാം. സംഘടന ഏതെന്ന് ചോദിച്ചാൽ MKSS ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയും. ഇനി നമ്മൾ പറയുന്നത് ഇത് എന്ന് പാസ്സാക്കി, വിവരാവകാശ നിയമം എന്ന് പാസ്സാക്കി എന്ന് ചോദിച്ചാൽ 2005 ജൂൺ 15 പാസ്സാക്കി. എന്നാൽ നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2005 ഒക്ടോബർ 12 നിലവിൽ വരുന്നത്. ജൂൺ 15 ഒപ്പുവെച്ചുവെങ്കിലും എന്ത് ചെയ്തു? ഒക്ടോബർ 12 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് ഒക്ടോബർ 12 അന്ന് ഒപ്പിട്ട പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. വിവരാവകാശ നിയമത്തിലെ ഒപ്പിട്ട പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. അതുപോലെ നമുക്ക് ഈ ഒരു വിവരാവകാശ നിയമം കൊണ്ടുവരാൻ ബേസ് ആയ ഒരു നിയമവും കൂടി ഉണ്ടായിരുന്നു. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആയിരുന്നു വിവരാവകാശ നിയമത്തിലേക്കുള്ള ചുവടുവയ്പ് എന്ന് പറയുന്നത്. അല്ലെ, വിവരാവകാശ നിയമം കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. അപ്പോൾ MKSS ഒരു കാരണമാകുന്ന സംഘടനയാണെന്ന് പറയുന്നുണ്ട്. മറ്റൊരു ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു, 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സുപ്രീം കോടതി വിവരാവകാശത്തെ മൗലിക അവകാശങ്ങൾ. സുപ്രീം കോടതി വിവരാവകാശത്തെ മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ അനുച്ഛേദം 19(1)(a) അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ വിവരാവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളുടെ ഭാഗമായിട്ട് വരുത്തണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് അനുച്ഛേദം, ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചാൽ 19(1)(a). 19(1)(a) അനുച്ഛേദ പ്രകാരം മൗലികാവകാശമായിട്ട് വിവരാവകാശത്തെ പെടുത്തണമെന്ന് ആര് അഭിപ്രായപ്പെട്ടു? സുപ്രീം കോടതി അവകാശപ്പെട്ടിരുന്നു. ഇനി അടുത്തത്, ഈ വിവരാവകാശം നമ്മുടെ രാജ്യത്ത് വരുന്ന 2005 പക്ഷെ അതിനു മുമ്പ് തന്നെ പല സംസ്ഥാനങ്ങളും വിവരാവകാശം നടപ്പിൽ വരുത്തിയിരുന്നു. അതിൽ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. വിവരാവകാശം പാസ്സാക്കി അല്ലെങ്കിൽ വിവരാവകാശ നിയമം പാസ്സാക്കി കേന്ദ്രം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. 1997 അതേ വർഷം തന്നെ മറ്റൊരു സംസ്ഥാനം പാസ്സാക്കിയത്. പക്ഷെ അത് രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗോവ. ആദ്യം കൊണ്ടുവന്ന തമിഴ്നാട്, രണ്ടാമത് കൊണ്ടുവന്ന ഗോവയാണ്. 1997 തന്നെയാണ് ഗോവയും എന്ത് ചെയ്യുന്നത്? വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. അപ്പോൾ കേന്ദ്രം വിവരാവകാശ നിയമം 2005 പാസ്സാക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ആര് കൊണ്ടുവന്നിരുന്നു? തമിഴ്നാട് അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. അതേ വർഷം തന്നെ മറ്റൊരു സംസ്ഥാനവും കൂടി വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അത് ഗോവയാണ്. 1997 തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത്, നമ്മൾ ഈ വിവരാവകാശം എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു സർക്കാർ ഓഫീസിലെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കാം, മന്ത്രിസഭാ തീരുമാനങ്ങൾ ചോദിക്കാം. മന്ത്രിസഭാ തീരുമാനങ്ങൾ ചോദിക്കുമ്പോൾ മന്ത്രിസഭാ തീരുമാനങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അവരുടെ കോപ്പി അല്ലെങ്കിൽ ആ ഫയൽ നമുക്ക് ചോദിക്കാൻ കഴിയില്ല. അതിന് കൃത്യമായ മാനദണ്ഡം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വർക്ക് നടക്കുന്നു, ഇത് എത്ര കാലം കൊണ്ട് തീർന്നു അല്ലെങ്കിൽ എത്ര രൂപയായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആരായ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത് എന്നുള്ള സമയപരിധി പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കുന്നത്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 30 ദിവസം, നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ ആദ്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം നമുക്കൊരു കാര്യം, ഒരു വിവരം അറിയണമെന്നുകൊണ്ട് ആർക്കാണ് ആദ്യം കൊടുക്കുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അദ്ദേഹം എത്ര ദിവസത്തിനകത്ത് ആ സമയപരിധി എന്ന് പറയുന്നത് 30 ദിവസത്തിനകം എന്നാണ് പറയുന്നത്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനകം എന്ത് ചെയ്യണം?
കൊടുക്കണം, അല്ലെങ്കിൽ സമയപരിധി എന്ന് പറയുന്നത് വിവരാവകാശത്തിന്റെ സമയപരിധിയാണ് പറയുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 30 ദിവസം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 35 ദിവസം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് സമയപരിധി വെക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണത്. ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണെങ്കിൽ അത് വച്ച് നീട്ടാൻ പറ്റില്ല. അത് എത്ര മണിക്കൂറിനകം കൊടുത്തിരിക്കണം? 48 മണിക്കൂറിനകം ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക്. ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും ബാധിക്കുന്ന, അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യമാണെങ്കിൽ 48 മണിക്കൂറിനകം അത് തീർപ്പാക്കി കൊടുക്കണം, അല്ലെങ്കിൽ 48 മണിക്കൂറിനകം അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു ഉത്തരം കൊടുക്കണം എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ. ഇനി മൂന്നാം കക്ഷിയുടെ വിവരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 11 അനുസരിച്ചിട്ട്, വിവരാവകാശ നിയമം സെക്ഷൻ 11 അനുസരിച്ച് മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 11 പറയുന്നത്. ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള സെക്ഷൻ പറയും. മൂന്നാം കക്ഷിയുടെ വിവരം എന്ന് പറയുന്നത് 40 ദിവസത്തിനകമാണ്. ഒരു മൂന്നാം കക്ഷിയുടെ വിവരം ആരാഞ്ഞു കൊടുക്കുമ്പോൾ 40 ദിവസത്തിനകം, അതായത് അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിച്ച് അതിൻ്റെ ഉത്തരം കിട്ടിയതിന് ശേഷമാണ് ഈ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നത്, ഈ വിവരം കൊടുക്കേണ്ടത്. അത് എത്ര ദിവസത്തിനകമാണ്? 40 ദിവസത്തിനകമാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി 5 ദിവസമാണ്. ഒരു മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ എത്ര ദിവസത്തിനകം ചോദിച്ചിരിക്കണം? 5 ദിവസമാണ് സമയപരിധി പറഞ്ഞിരിക്കുന്നത്. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി എത്രയാണ്? 10 ദിവസമാണ്. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി കൊടുത്തിരിക്കുന്നത് 10 ദിവസമാണ്. 10 ദിവസത്തിനകം മറുപടി കൊടുക്കണം. ഒരു അഭിപ്രായം ചോദിച്ചാൽ അതിൻ്റെ മറുപടി കൊടുക്കേണ്ട സമയപരിധി എന്ന് പറയുന്നത് 10 ദിവസമായിരിക്കും. ഇനി അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി എന്ന് പറഞ്ഞാൽ 5 ദിവസമാണ്. ഒരാളിന് എന്തെന്ന് കിട്ടി അതിനടുത്ത ആളിലേക്ക് കൊടുക്കണമെങ്കിൽ എത്രയാണ്? 5 ദിവസമാണ് സമയപരിധി. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 5 ദിവസമായിരിക്കും. ഇനി അപ്പീൽ കൊടുക്കും. നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു, വിവരാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, നമുക്ക് കിട്ടുന്ന ഉത്തരം തൃപ്തികരമല്ല എങ്കിൽ നമ്മൾ അപ്പീൽ കൊടുക്കും. അപ്പീൽ നൽകേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. ഓർത്ത് വയ്ക്കുക, അപ്പീൽ കൊടുക്കേണ്ടത് എപ്പോഴാണ് അല്ലെങ്കിൽ എത്ര സമയത്തിനകത്താണെന്ന് ചോദിച്ചാൽ, മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു പബ്ലിക് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് തരേണ്ട സമയപരിധിയുണ്ട്. ആ സമയപരിധിക്കകത്ത് അല്ലെങ്കിൽ ആ സമയപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ സമയപരിധി അവസാനിച്ച് എത്ര ദിവസത്തിനാണ്? 30 ദിവസം. 30 ദിവസത്തിനകത്ത് നമുക്കൊരു മറുപടി കിട്ടേണ്ട കാര്യമാണെങ്കിൽ ആ 30 ദിവസം കഴിഞ്ഞ് 30 ദിവസം, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ദിവസം മുതൽ നോക്കിയാൽ 60 ദിവസത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പീൽ കൊടുത്തിരിക്കണം. അല്ല എങ്കിൽ നമുക്കൊരു മറുപടി ലഭിച്ചു, സ്വാഭാവികമായിട്ടും 30 ദിവസത്തിനകത്ത് കിട്ടേണ്ട മറുപടി 30 ദിവസമാണ് പരമാവധി. ആ ലഭിച്ച അത് മുതൽ എന്ത് ചെയ്യാം? 30 ദിവസം. അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ കൊടുത്ത് അതിന് ഉത്തരം കിട്ടേണ്ട സമയപരിധി എത്രയാണോ അത് കഴിഞ്ഞ് അത് മുതൽ 30 ദിവസം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? അപ്പീൽ കൊടുക്കേണ്ടത്, അപ്പീൽ നൽകേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇനി ഒന്നാം അപ്പീൽ നമ്മൾ കൊടുത്ത് അത് തീർപ്പാക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിൽ എന്ന് ചോദിച്ചാൽ 30 ദിവസത്തിനുള്ളിലാണ് തീർക്കേണ്ടത്. രണ്ടാം അപ്പീൽ, അപ്പോൾ ഒന്നാം അപ്പീൽ കൊടുത്തു, അവിടുത്തെ ഉത്തരവും തൃപ്തികരമല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാം അപ്പീൽ കൊടുക്കാം. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 90 ദിവസത്തിനകമാണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ട എത്ര ദിവസത്തിനാണ്? 90 ദിവസത്തിനകം രണ്ടാം അപ്പീൽ സമർപ്പിക്കണം. എന്നാൽ രണ്ടാമത്തെ അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി പ്രത്യേകിച്ച് നിഷ്കർഷിച്ചിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാം അപ്പീല് എന്ത് ചെയ്യുന്നില്ല? പ്രത്യേകിച്ചൊരു സമയപരിധിയൊന്നും നിഷ്കർഷിച്ചിട്ടില്ല. ഇത്ര സമയത്തിനകത്ത് തീർപ്പാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ അപ്പീൽ സമർപ്പിക്കേണ്ട സമയപരിധി 90 ദിവസം എന്ന് അവിടെ പറഞ്ഞു. അപ്പോൾ ഓർത്തിരിക്കുക, അപ്പീൽ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാം അപ്പീൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഒന്നാം അപ്പീൽ കൊടുക്കേണ്ടത് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കാനുള്ള സമയപരിധിക്ക് കഴിഞ്ഞ എത്ര ദിവസത്തിനകം? 30 ദിവസത്തിനകം ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിന് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിന് തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. രണ്ടാം അപ്പീൽ കൊടുക്കേണ്ടത് 90 ദിവസത്തിനകം. എന്നാൽ അത് തീർപ്പാക്കേണ്ട കൃത്യമായ സമയപരിധി
നിഷ്കർഷിച്ചില്ല. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ആലോചിക്കുക. വിവരാവകാശ നിയമം 2005 വരുന്നത്. വിവരാവകാശ നിയമം ഇന്ത്യയിൽ പാസ്സാക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. 97 ഇന്ത്യയിൽ പക്ഷേ വിവരാവകാശ നിയമം കൊണ്ടുവരുന്നതിന് 2005 ഒപ്പിടുന്ന പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വരുന്നു. ആ സമയത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റാണ് തമിഴ്നാടിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് അത് ആദ്യമായി പാസ്സാക്കിയ സംസ്ഥാനം തമിഴ്നാടിൻ്റെ കാര്യം പറഞ്ഞു, സമയപരിധി പറഞ്ഞു, പിന്നീട് എന്താണ് ആപ്ലിക്കേഷൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അപ്പീൽ കൊടുക്കുന്ന സമയപരിധി എന്ന് പറഞ്ഞ് നിഷ്കർഷിച്ചില്ല. അപേക്ഷ കൊടുക്കേണ്ടത് ആർക്കാണ് എന്നുള്ളതാണ്. അപേക്ഷ കൊടുക്കേണ്ടത് ആർക്കാണ്? നമ്മളൊരു ആപ്ലിക്കേഷൻ, നമുക്കൊരു വിവരാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരം അറിയണമെങ്കിൽ ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് എന്ത് ചെയ്യേണ്ടത്? അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷ ഫീസ് 10 രൂപയാണ്. അതായത് 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ട്രഷറിയിൽ അടച്ച് നമുക്ക് എന്ത് ചെയ്യാം? വിവരാവകാശത്തിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. 10 രൂപ ആണ് ഫീസ് എന്ന് പറയുന്നത്. അത് കോർട്ട് ഫീസ് സ്റ്റാമ്പ്, നമ്മളൊരു വെള്ള പേപ്പറിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പിൽ 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻ കൊടുക്കാം. അതല്ലെങ്കിൽ ട്രഷറിയിൽ 10 രൂപ അടച്ച് അതിൻ്റെ ചെല്ലാൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻ കൊടുക്കാം. 2 രീതിയിൽ ചെയ്യാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പിഴ എന്ന് പറയുന്നത്, അതായത് ഒരു സമയപരിധി പറഞ്ഞിട്ടുണ്ട് അല്ലേ? 30 ദിവസത്തിനകത്ത് മറുപടി കൊടുക്കണമെന്നൊരു സമയപരിധി കൊടുത്തിട്ടുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ കൊടുത്തിട്ടില്ല എങ്കിൽ, വ്യക്തമായ മറുപടി കൊടുത്തിട്ടില്ല എങ്കിൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അയാൾ പിഴ അടയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ ആരാണോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും? പിഴ അടയ്ക്കേണ്ടി വരും. അവിടെ അടയ്ക്കുന്ന പിഴ എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് 250 രൂപയും പരമാവധി എത്രയാണ്? 25,000 രൂപയാണ്. ഒരു ദിവസത്തേക്ക് 250 രൂപയും പരമാവധി 25,000. വ്യക്തമാകാത്ത മറുപടി കൊടുക്കുകയോ സമയപരിധിക്കുള്ളിൽ മറുപടി കൊടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്തടച്ചിരിക്കണം? പിഴ അടച്ചിരിക്കണം. എന്താണ്? 250 രൂപ ഒരു ദിവസവും പരമാവധി 25,000 രൂപ. ഇപ്പം ഇത്രയാണ് വിവരാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞത്. പരീക്ഷയ്ക്ക് ഇനി ഒരു 2 മാസം അടുപ്പിച്ച്, 2 മാസം എന്ന് പറയാനില്ല, 2 മാസത്തോളമേ ഉള്ളൂ ഏകദേശം. അപ്പോൾ എല്ലാവരും പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ഇത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി കണ്ടിന്യൂഷൻ ഉണ്ട്, ഇനി അടുത്ത വകുപ്പുകളുണ്ട്, അങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. വ്യക്തമായിട്ട് കേട്ട് പഠിക്കുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ CPO WCPO എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ക്രാഷ് കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. പരമാവധി ആൾക്കാർ ജോയിൻ ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ വളരെ ക്രൂഷ്യലാണ്. എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് അതുവഴി കിട്ടുന്നുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. CCയുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ കൂടുതൽ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.